പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽ വേളയിൽ സഭ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയെ വചനമായിരിക്കാൻ സർവ്വബാലുവായ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിൽ പ്രിയ ദേവദാസൻ ശ്രേഷ്ഠം കൂടി വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മളിവിടെ വായിച്ച സങ്കീർത്തനം 2 അധികം ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ടൈറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാണുവാൻ സാധിക്കുന്നു, ഇത് ആരാൽ എഴുതപ്പെട്ടു എന്ന് അവിടെ എഴുതിയിട്ടില്ല. എങ്കിലും അപ്പോസ്തല പ്രവൃത്തി 4:25-28 വരെ വായിക്കുമ്പോൾ ആരെഴുതി എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിൽ ഒരാളൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 4:25-28 വരെ. ഇവിടെ ഈ വായിച്ചത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. അവിടെ 1 സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിക്കുവാൻ ഇടയായിത്തീരുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു 2 വ്യത്യസ്തമായ വഴികളും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നടക്കുന്നവർക്കുള്ള ഭാഗ്യ പദവിയെപ്പറ്റിയും അവർ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ 1 സങ്കീർത്തനത്തിൽ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ 2 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതിൻ്റെ ടൈറ്റിൽ നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ അഭിഷക്തൻ്റെ വാഴ്ച, അല്ലെങ്കിൽ ദ റെയിൻ ഓഫ് ദ ലോർഡ്സ് അനോയിൻറ്റഡ്. അവിടെ നമ്മൾ ഒരു രാജാവിൻ്റെ വാഴ്ചയാണ് കാണുന്നത്. ഒരു രാജാവിനെ വാഴിക്കുന്നതായി നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രാജകീയ ഭരണമാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 സാമുവേൽ 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായ ശേഷം യെരുശലേം അവൻ പിടിച്ചെടുക്കുവാൻ പോവുകയാണ്. അവിടെ യെരുശലേം ആ സമയത്ത് യെബൂസ്യരുടെ കയ്യിലായിരുന്നു. യെബൂസ്യ രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു യെരുശലേം. എന്നാൽ ദാവീദ് അത് പിടിച്ചടക്കുവാൻ പോകുമ്പോൾ യെബൂസ്യർ അവരെ ദാവീദിനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, അവനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ സൈന്യമൊന്നും ഇവിടെ വരണ്ട, ഞങ്ങളുടെ രാജ്യത്തിലെ കുരുടരും മുടന്തരും വിചാരിച്ചാൽ നിന്നെ തോൽപ്പിക്കാൻ കഴിയും, നിന്നെ ഇവിടെ കയറ്റാതിരിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് ദാവീദിനെ പരിഹസിക്കുന്നതായി അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദാവീദ് അവരുമായി അവിടെ പിടിച്ചടക്കുവാൻ യുദ്ധത്തിന് സന്നദ്ധമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഫെലിസ്തീയർ റഫൈം താഴ്വരയിൽ വന്ന് പാളയമിറങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ദാവീദ് ഭയന്ന് ഒരു ഗുഹയിൽ പോയി അഭയം പ്രാപിച്ചു. ആ ഗുഹയിലിരുന്ന ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ കാണുവാൻ സാധിക്കുന്നു, അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം അവന് ആലോചന കൊടുക്കുകയാണ്. അവിടെ വായിക്കുന്നു, അവിടെ ദാവീദ് ചോദിക്കുന്നു, ഞാൻ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ യഹോവ പറയുകയാണ്, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. യഹോവയുടെ ആലോചന ചോദിച്ച ദാവീദിന് ലഭിക്കുന്ന മറുപടി എന്ന് പറയുന്നത്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ശത്രു എത്ര പ്രബലമായിക്കൊള്ളട്ടെ, ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒരു ഉറപ്പാണ് അവിടെ ദാവീദിന് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ദാവീദ് അവരുമായിട്ട് യുദ്ധം ചെയ്ത ശേഷം അവിടെ താഴോട്ട് വായിക്കുമ്പോൾ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് അവിടെ കാണുന്നത്, വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു. നിന്റെ ശത്രു എത്ര പ്രബലമായിക്കൊള്ളട്ടെ, നീ ദൈവത്തോട് ആലോചന ചോദിച്ച് ഒരു ചുവട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, ശത്രു എത്ര പ്രബലനായാലും, നിന്റെ ശത്രു സൈന്യത്തിന് ബലമില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു. അവിടെ ദാവീദിൻ്റെ ഒരു സാക്ഷ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യെരുശലേം അങ്ങനെ ദാവീദ് പിടിച്ചടക്കുകയും രാജാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് ദാവീദ് പാടിയ ഒരു പാട്ടാണ് സങ്കീർത്തനം 2. എന്നാൽ ഈ സങ്കീർത്തനം 2 നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. ദാവീദ് പ്രവചന ആത്മാവിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ ഒരു 13 സങ്കീർത്തനങ്ങൾ മെസ്സിയാനിക് സാംസ് ആണ്, അല്ലെങ്കിൽ മശിഹ സങ്കീർത്തനങ്ങളാണ്. എന്താണ് മശിഹ സങ്കീർത്തനം? യേശു ക്രിസ്തുവിൻ്റെ ജനനം, മരണം,
അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, വീണ്ടും വരവ്, തുടർന്നുള്ള രാജകീയ വാഴ്ചയൊക്കെയും പ്രസ്താവിക്കുന്ന പ്രവചനാത്മാവിൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് മെസ്സിയാനിക് സാംസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ 13 ആദ്യത്തേതാണ് സങ്കീർത്തനം 2 എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 4ആയി വിഭജിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ആദ്യത്തെ 1 തൊട്ട് 3 വരെ ഭാഗം, അതിനെ നമുക്ക് രാജാവ് തിരസ്കരിക്കപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ റെബലിയൻ അഗെയിൻസ്റ്റ് ദ കിങ് ഓർ ഗോഡ്. അവിടെ 1 തൊട്ട് 3 വരെ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ 4 തൊട്ട് 6 വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാജാവ് വാഴിക്കപ്പെടുന്നു. അത് തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ 7 തൊട്ട് 9 വരെ രാജാവായി ഭരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ 10 തൊട്ട് 12 വരെ രാജകീയ വിളംബരം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദാവീദ് പ്രവചനാത്മാവിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 2 എന്ന് പറയുന്നത്. അവിടെ 1 തൊട്ട് 3 വരെ നമ്മളിങ്ങനെ വായിച്ചത്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ഇവിടെ ദാവീദിനെ കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ദാവീദ് അവിടെ യെബൂസ്യരുമായി യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അവർ ദാവീദിനെ പരിഹസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ പറയുകയാണ്, എൻ്റെ രാജ്യത്തിലെ സൈന്യത്തിൻ്റെ ആവശ്യമില്ല, എൻ്റെ രാജ്യത്തിലുള്ള കുരുടർ അല്ലെങ്കിൽ കണ്ണു കാണാത്തവർ, മുടന്തർ അല്ലെങ്കിൽ നടക്കുവാൻ കഴിയാത്തവർ മതി നിന്നെ തടയുവാൻ, നിന്നെ ഈ രാജ്യത്തിൽ കയറ്റാതിരിക്കുവാൻ, അല്ലെങ്കിൽ ഈ സ്ഥലം നിനക്ക് പിടിച്ചടക്കാതിരിക്കാൻ അവർ മതി നിന്നെ എതിർത്ത് നിൽക്കുവാൻ എന്ന് പറയുമ്പോൾ അവർ വ്യർത്ഥമായി നിരൂപിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് അവർ വ്യർത്ഥമായി നിരൂപിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച ദാവീദ് ആ സ്ഥലം പിടിച്ചടക്കുകയും വെള്ളച്ചാട്ടം പോലെ തൻ്റെ ശത്രുക്കളെ തൻ്റെ മുമ്പിൽ തകർത്ത് കളയുകയും ചെയ്യുകയിടയായി. ഈ സങ്കീർത്തനം ഒരു പ്രവചനമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇത് നിറവേറുന്നത് യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചപ്പോഴാണ് ഈ സങ്കീർത്തനം നിറവേറപ്പെട്ടത്. ഇത് നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ ഡേവിഡ് കിങ്ഡം അല്ലെങ്കിൽ ദാവീദിൻ്റെ രാജ്യത്തിന് എപ്പോഴും ചുറ്റും ശത്രുക്കളുണ്ടായിരുന്നു. എന്തിനു പറയുന്നു? തൻ്റെ സ്വന്തം മകൻ പോലും തനിക്ക് ശത്രുക്കളായിരുന്നു. അതുപോലെ തന്നെയാണ് പിതാവിൻ്റെ ഹിതം നിറവേറുവാനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിന് ചുറ്റും ശത്രുക്കളായിരുന്നു. തൻ്റെ സ്വന്തക്കാർ പോലും അവരെ തിരസ്കരിച്ചു. യോഹന്നാൻ 1:11 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. വിരോധമായി അവർ കൂടി ആലോചിച്ചു. അവർക്ക് വിരോധമായി കൂടി ആലോചിക്കുകയും അവനെ ചെയ്യാത്ത കുറ്റത്തിന് മതകോടതികൾ കയറുകയും പിലാത്തോസ് അവസാനം അവനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കം ചെയ്തു. റോമ ഗവൺമെൻറ് അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു, ഒരു മുദ്രയും വെക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ശത്രുവിൻ്റെ ആലോചന വ്യർത്ഥമാക്കത്തക്ക രീതിയിൽ റോമ ഗവൺമെൻറ് വിചാരിച്ചു അവൻ്റെ അവസാനമായി, അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. എങ്കിലും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഈ ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തു ആ റോമൻസും വിചാരിച്ചു, ജ്യൂസും വിചാരിച്ചു അവർ ജയിച്ചു എന്ന് വിചാരിച്ച സ്ഥാനത്ത്, എന്നാൽ 3-ാം നാൾ ആ ഉയർപ്പിൻ്റെ ദിവസം ആ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 22:21 ഇങ്ങനെ വായിക്കുന്നത്, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അള്ളുന്നു. റോമ ഗവൺമെൻറ്റും യഹൂദന്മാരും വിചാരിച്ചു അവർ ജയിച്ചു എന്നെങ്കിലും ആ ഉയർപ്പിൻ്റെ പുലരിയിൽ ആ ഉയർപ്പിൻ്റെ ആ അഭിഷേകം വ്യാപരിച്ചപ്പോൾ ആ കല്ലകൾ ഭേദിച്ച് മരണത്തെ ജയിച്ചുകൊണ്ട് യേശു ക്രിസ്തു പുറത്തു വരുവാൻ ഇടയായി തീർന്നു. അഭിഷക്തന് വിരോധമായി, ദൈവ പൈതൽ നിനക്ക് വിരോധമായി പലരും പല തന്ത്രങ്ങളും മെനഞ്ഞിരിക്കാം, പല ആലോചനകളും അവർ കൂടി ആലോചിച്ചിരിക്കാം. എങ്കിലും നീ അഭിഷക്തനാണെങ്കിൽ അത് വ്യർത്ഥമായി തീരുവാനിടയായി തീരും. ചിലത് നിനക്ക് ലഭിക്കേണ്ട ചില നന്മകൾക്കെതിരായി അത് മൂടി വെക്കത്തക്ക രീതിയിൽ ശത്രു അതിനെ മുദ്ര വെക്കുന്ന രീതിയിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ അവരെ അടക്കം ചെയ്തു, അവർ മുദ്ര വെച്ചു. എങ്കിലും ആ ഉയർപ്പിൻ്റെ പുലരിയിൽ, ആ ഉയർപ്പിൻ്റെ ദിവസം ആ ശക്തി വ്യാപരിച്ചപ്പോൾ ആ കല്ലറകൾ തുറക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ചില ചങ്ങലകൾ
ചങ്ങലകൾ പൊട്ടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ചില മറുപടികൾ നമ്മൾ കാണുവാൻ ഇടയായിത്തീരും. അഭിഷേകത്തോടെ നീ ദൈവസേനയിൽ ആരാധിക്കുമ്പോൾ ചില ചങ്ങലകൾ പൊട്ടുവാൻ ഇടയായിത്തീരും. ചില അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് നിനക്ക് നേടുവാൻ കഴിയില്ല എന്ന് നിന്റെ മനസ്സ് നീ മാനുഷികമായി ചിന്തിക്കുന്നുവെങ്കിലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നീ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിന്റെ സൈന്യബലം ശത്രുവിൻ്റെ സൈന്യബലത്തെക്കാൾ കുറവാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ സമയം ചുരുക്കമായതിനാൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 4-6 വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, രാജാവ് വാഴിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4-6 വരെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇവിടെ വാഴിച്ചിരിക്കുന്നു ഒരു പാസ്റ്റ് ടെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവനെ വാഴിച്ചിരിക്കുകയാണ്, വാഴിക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ദാവീദിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എബൂസിയരെയും ഫെലിസ്ത്യരെയും അവൻ ജയിച്ച് അവർ രാജാവായി വാഴുവാൻ ഇടയായിത്തീർന്നു. അവിടെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: സ്വർഗത്തിൽ വാസിക്കുന്നവർ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഇത് സന്തോഷത്തിൻ്റെ ചിരിയല്ല, പരിഹാസത്തിൻ്റെ ചിരി അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ ചിരിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനം 59:8 ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലി ചിരിക്കും, നീ സകല ജാതികളെയും പരിഹസിക്കും. ഹല്ലേലൂയ. ജാതികൾ കലഹിക്കുമ്പോൾ, തങ്ങൾ വ്യക്തമായത് നിരൂപിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അവർക്കായി ഒരു ശിക്ഷാവധി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരെ ആരെങ്കിലും മത്സരിക്കുന്നെങ്കിൽ ശിക്ഷാവധിക്ക് കാരണമായി തീരും. ദൈവ മക്കൾക്കെതിരെ ആരെങ്കിലും കൈ ഉയർത്തുന്നുവെങ്കിൽ, എതിരെ ആരെങ്കിലും നിരൂപണങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, കൂടി ആലോചിക്കുന്നുവെങ്കിൽ അത് വ്യർത്ഥമായി തീരുവാൻ ഇടയായി തീരും. അവർക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അവിടെ ദാവീദിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കുരുടരെയും മുടന്തരെയും അവരെ കൊല ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ നിന്റെ എതിരായി വരുന്ന ശത്രു എത്ര പ്രബലനാണെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ സന്നിധിയിലുണ്ടെങ്കിൽ നിനക്ക് അതിനെ ജയിക്കുവാൻ ഇടയായിത്തീരും. നിനക്കെതിരെ കൂടി ആലോചിക്കുന്നതെല്ലാം വ്യർത്ഥമായി തീരുവാൻ ഇടയായിത്തീരും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 7-9 വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെ രാജാവായി ഭരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. 7-9 വരെ ഇങ്ങനെ വായിക്കുന്നത്: ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദ് എബൂസ്യർ അവിടെ വായിക്കുന്നു, കുരുടരെയും മുടന്തരെയും എല്ലാം കൊന്നു കളഞ്ഞിട്ട് അവരെല്ലാം മരിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ദാവീദ് രാജാവായി വാഴുവാൻ ഇടയായിത്തീർന്നു. ആരവനെതിരെ നിന്നാലും അവൻ അവിടെ രാജാവായി വാഴുവാൻ, മുഴുവൻ യെരൂശലേമിൻ്റെ രാജാവായി വാഴുവാൻ ഇടയായിത്തീർന്നു. ക്രിസ്തുവും അതുപോലെയാണ്. അവനും രാജാവായി വാഴുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഇവിടെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഞാനൊരു നിർണയം പ്രസ്താവിച്ചിരിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:32-33 വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൽ ഒരാൾ വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 13:32-33. അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരുന്നു. യേശുവിൻ്റെ ഉയർപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. യേശുവിനെ മരിച്ചു, അടക്കം ചെയ്തു, മുദ്ര വെച്ചു, ആ കല്ലറയിൽ കല്ലുരുട്ടി വെച്ച് മുദ്ര വെച്ചു. എങ്കിലും ഉയർപ്പിൻ്റെ ആ ദിവസം, ആ ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ യേശു ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു. യഹൂദന്മാർ അല്ലെങ്കിൽ റോമക്കാർ അവനെ പരിഹസിച്ചു. അവൻ പരിഹസിച്ചുകൊണ്ട് പറയാണ്, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുകയാണ്. അവൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം വെക്കുകയാണ്, പരിഹാസത്തിൻ്റെ മുൾക്കിരീടം. എന്നാൽ യേശു രാജാവായി എത്രയും വേഗം വരും. അവൻ രാജാവായി ആ കിരീടം ധാരിയായി ഈ ലോകത്തിൽ എഴുന്നള്ളുമ്പോൾ അവർ പരിഹസിക്കപ്പെടുകയാണ്. അവരുടെ തന്ത്രങ്ങളൊക്കെയും വ്യർത്ഥമായി പോവുകയാണ്. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും.
ഫെലിസ്ത്യർ ദാവീദിനെതിരെ വന്നു എങ്കിലും ദാവീദിനെ അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ സൈന്യം വളരെ ശക്തമായിരുന്നു. ദാവീദ് അത്രയും ശക്തി ഇല്ലായിരുന്നു എങ്കിലും ദൈവം, യഹോവയായ ദൈവം അവന് ഇറങ്ങി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. യെരൂശലേം പിടിച്ചടക്കുകയും രാജാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു ദാവീദ്. അതുപോലെയാണ് ദൈവം പൈതലെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയാണെങ്കിൽ, നീ ഭയത്തോടെ നീ മുറിക്കുള്ളിൽ കയറി കതവടച്ചിരുന്ന് ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിലും ദൈവം നിനക്ക് ഒരു ഉത്തരം അരുളി ചെയ്യാൻ പോകുന്നത്, ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ ദൈവത്തെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ആരും ലജ്ജിതരായി പോകുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ട് എന്ത് തന്നെയായാലും സ്വത്വത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണെങ്കിൽ ദൈവം അതിനുമേൽ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നമ്മൾ ജോലി സ്ഥലത്തായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിലായിരിക്കാം, നിന്റെ സാമ്പത്തികമായ വിഷയത്തിലായിരിക്കാം, ആത്മീയ വിഷയത്തിലായിരിക്കാം, എന്ത് തന്നെ നീ ബുദ്ധിമുട്ട് നേരിട്ടാലും പ്രാർത്ഥനയോടെ സ്വത്വത്തോടെ ദൈവസന്നിധിയിൽ നീ സമർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറുപടി ഈ ദിവസങ്ങൾ നീ കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 10 തൊട്ട് 12 വരെ കാണുവാൻ സാധിക്കുന്നു. അവിടെ രാജകീയ ഒരു വിളംബരമാണ് അവിടെ കാണുവാൻ സാധിക്കുക, അല്ലെങ്കിൽ വാർണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്, സംസാരിക്കുകയാണ്, ബുദ്ധി പഠിപ്പീൻ, ഉപദേശം കൈക്കൊള്ളുവീൻ, യഹോവയെ സേവിപ്പീൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ എന്നൊക്കെയും ഇവിടെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്തിനാണ്? കാരണം നീ ദൈവത്തെ സേവിച്ചില്ല എങ്കിൽ, ദൈവത്തിനോട് മത്സരിച്ച് നിൽക്കുകയാണെങ്കിൽ നിനക്ക് ശിക്ഷാതി ലഭിക്കുവാൻ ഇടയായി തീരും. കൊലോസ്യർ 1:21 ഇങ്ങനെയാണ് വായിക്കുന്നത്, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. നമ്മൾ ഒരു കാലത്ത് ദുഷ്പ്രവർത്തിക്കാരായിരുന്നു, ദൈവത്തിന് ശത്രുക്കളായിരുന്നു എങ്കിലും ദൈവം നമ്മളെ സ്നേഹിച്ച് മാടി വിളിച്ച് അവൻ്റെ കുടുംബത്തിൽ അംഗങ്ങളാക്കി തീർക്കുവാൻ ഇടയാക്കി തീർത്തു. ദൈവത്തിൻ്റെ മരണത്താൽ നമ്മളെ നിരപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ നമ്മളും ശത്രുക്കളായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ ആ സ്വന്തം രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ച് യേശുവിനെ കൊണ്ടപ്പോൾ നമ്മൾ അന്യരല്ല, നമ്മൾ അവൻ്റെ പുത്രമായി തീരുവാൻ ഇടയായി തീർന്നു. അവിടെ വായിക്കുമ്പോൾ ഒരു വാക്യം അവിടെ ഉണ്ട്, പുത്രനെ ചുംബിക്കുവിൻ. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. ഒന്നുകിൽ അവനെ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ അവൻ്റെ കോപത്തിന് പാത്രമാകുക. ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീ വില്ലുണ്ട്. നമുക്ക് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ഇടയായി തീരും, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് ആ പണിഷ്മെൻറ്റിന് നമ്മൾ ഇരയായിത്തീരും. സ്വന്തമായ യഹൂദന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞു എങ്കിലും ആ സ്നേഹം നമ്മളെ മാടി വിളിച്ചു. ഈ സ്വന്തക്കാരെ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി ഈ ലോകത്തിൽ വന്ന യേശുവിനെ സ്വന്തക്കാർ പോലും തള്ളിപ്പറഞ്ഞെങ്കിലും നമ്മളെ ആ ദൈവം മാടി വിളിച്ചു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 22 ഇങ്ങനെ പറയുന്നത്, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവൻ വന്നു ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഒരു സന്തതി അവനെ സേവിക്കും. യഹൂദന്മാരെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ് അത് പറയുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ വന്നുവെങ്കിലും അവരവനെ തിരസ്കരിച്ചതുകൊണ്ട് നമ്മൾ ജാതികളായ നമ്മെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും പോകുമ്പോൾ കൂടുതൽ മിഷണറിമാരും ജാതികളായവരാണ്. ആ സന്തതി ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അനേകരെ ദൈവത്തിലേക്ക് നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മളെ ചേർക്കുവാൻ ദൈവത്തിന് ഹിതം തോന്നി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇന്നിവിടെ സംബന്ധിക്കുന്ന ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, യേശു രാജാവായി വരുവാൻ കാലമായി. ഹല്ലേലൂയ. നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. either we can accept him, അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിന് ഇരയായി തീരും. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്, യേശുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലൂടെയും പ്രവാചക ശബ്ദം പറയുന്നത് യേശു രാജാവായി വരും. പ്രവചന ശബ്ദത്തിൽ പറഞ്ഞത് യേശു ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് പറഞ്ഞ പ്രവചന ശബ്ദം നിവർത്തിയായെങ്കിൽ, യേശു ഈ ലോകത്തിൽ വന്ന് പാപത്തിന് യാഗമായി തീരുമെന്ന് പറഞ്ഞ പ്രവചന ശബ്ദം നിവർത്തിയായെങ്കിൽ, യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കൽ വെക്കുമെന്ന് പറഞ്ഞ പ്രവചന ശബ്ദം നിവർത്തിയായെങ്കിൽ, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രവചന ശബ്ദം നിവർത്തിയായെങ്കിൽ,
യേശു സ്വർഗാരോഹണം ചെയ്യുന്നു പറഞ്ഞ പ്രവചന ശബ്ദം നിവൃത്തിയായെങ്കിൽ യേശു മടങ്ങിയെന്ന് പറഞ്ഞ ഈ പ്രവചന ശബ്ദം തീർച്ചയായും നിവൃത്തിയാവും. അതിനെ നമ്മൾ തന്നെ ഒരുക്കി കാത്തിരിക്കാൻ ഇടയായി തീരട്ടെ. അനുദിനം വിശുദ്ധിയോടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. ഇന്നിവിടെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഇന്നാണ് ആ സ്തുതിദിനം. മറ്റൊരുത്തിലും രക്ഷയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതിൻ്റെ യേശുവിൻ്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുവാൻ, പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ അകപ്പെടാതിരിക്കുവാൻ യേശുവിനെ സ്വീകരിച്ചു കൊള്ളുക. യേശു നിന്നെ വിളിക്കുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മഹിമയോടെ വരുവാനുള്ള കാലം ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.